ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 22-ാം അധ്യായം. മഹാബലിയുടെ ചരിത്രം തുടർന്ന് പറയുമ്പോൾ ബലിക്ക് ഭഗവാൻ വാമനമൂർത്തി അനുഗ്രഹത്തെ നൽകുന്നതായ സന്ദർഭത്തെ പറയുകയാണ്. ഏവം വിപ്രകൃതോ രാജൻ ബലിർ ഭഗവദാസുര ഭിദ്യമാനോപ്യഭിന്നാത്മാ പ്രത്യാഹാവിക്ലവം വച. ഭഗവാൻ ബലിയെ അവഹേളിക്കുന്ന രീതിയിൽ പറഞ്ഞത് ആ വാക്കുകളെല്ലാം കേട്ടിട്ടും മഹാബലിയാവട്ടെ യാതൊരു ഭാവഭേദവുമില്ലാതെ വ്യതിചലിക്കാത്ത ഹൃദയത്തോടു കൂടിയിട്ട് പറഞ്ഞു എന്നാണ്. ബലിയുടെ വാക്കുകളാണ് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. യദ്യുത്തമ ശ്ലോക ഭവാൻ മമേരിതം വചോ വ്യളീകം സുരവര്യമന്യതേ കരോമൃതം തന്ന ഭവേൽ പ്രളംഭനം പദം തൃതീയം കുരു ശേഷ്ണിമേ നിജം. തുടർന്നുള്ള 10ഓളം ശ്ലോകങ്ങൾ ബലിയുടെ വാക്കുകളാണ്. ഭഗവാനെ, ഞാൻ വാക്കു തന്നു, ഒരിക്കലും അങ്ങയെ കബളിപ്പിച്ചിട്ടില്ല. അങ്ങ് വാമനനായി വന്ന് വടുവായി വന്നു 3 അടി യാചിച്ചു. പിന്നീടാണ് ത്രിവിക്രമ രൂപത്തെ സ്വീകരിച്ച് 2 അടി കൊണ്ട് സത്യലോകപര്യന്തം ലോകമാകെ അളന്നെടുത്തു. 3ാമത്തെ ചുവട് വയ്ക്കുവാൻ ഇടമില്ല എന്ന് സ്ഥാപിച്ചു. എന്നാലും എൻ്റെ വാക്ക് അസത്യമാകാതിരിക്കണം. 3ാമത്തെ ചുവട് വയ്ക്കാൻ ഈ ശിരസ്, എൻ്റെ ശിരസിനെ ഞാൻ അർപ്പിക്കുകയാണ്. 2 അടി കൊണ്ട് ലോകം മുഴുവൻ അളന്നു. ഇനി 3ാമത്തെ അടി വയ്ക്കുവാൻ ഈ ഒരു ശിരസ് പര്യാപ്തമാവുമോ? ഒരിക്കലുമില്ല. ഇതുവരെ ഞാൻ നേടിയെടുത്ത എൻ്റെ ഭൗതിക വിഭവങ്ങളെയാണ് 2 അടി കൊണ്ട് അളന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അധീശത്വം വഹിച്ചിരിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും അതേപോലെ ഒരു വലിപ്പം ഉണ്ടാവുമല്ലോ. എൻ്റെ ശിരസിൽ ആ പാദം വെച്ച് ബലി വാക്കുപാലിക്കുന്നവനാണ് എന്ന് അങ്ങ് സ്ഥാപിക്കണം. ഞാൻ ഭയപ്പെടുന്നത്, നരകത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്നെ സ്ഥാനഭ്രഷ്ടനാക്കി വരുണപാശം കൊണ്ട് ബന്ധിച്ചു. ഇതിലെ ഒന്നും ഞാൻ ഭയപ്പെടുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ബന്ധനത്തിലായല്ലോ ആ ബലിയെ ബന്ധിച്ച് അങ്ങനെയുള്ള ഒരു അപകീർത്തി, അതൊന്നും ഞാനിവിടെ ഭയക്കുന്നില്ല എന്നാണ്. അതിനൊന്നും പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് ബലി പറയുന്നത്. ജഗദീശ്വരനായിട്ടുള്ള അവിടുന്ന് ദേവന്മാർക്ക് മാത്രമല്ല അസുരന്മാർക്കും ഹിതൈഷിയാണ്, ഹിതമായിട്ടുള്ളത്. അവർക്കും വേണ്ടതിനെ കൊടുക്കുവാൻ കഴിവുള്ള ആളാണ്, കൊടുക്കുന്ന ആളുമാണ്. ത്വം നൂനമസുരാണാം ന പാരോക്ഷ്യ പരമോ ഗുരു യോനോ അനേകമതാന്ധാനാം വിഭ്രംശം ചക്ഷുരാതിശ. അഹങ്കാരം കൊണ്ട് കാണേണ്ടതിനെ കാണാൻ പറ്റാതെ, അറിയേണ്ടതിനെ അറിയാൻ പറ്റാതെ അധപ്പതിച്ചു പോകുന്ന ഒരുവന് അതിൽ നിന്നും കരകയറ്റുവാൻ
പ്രത്യേകിച്ചും അസുരഭാവത്തിലുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ ആ മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കാൻ വന്നതായ ഒരു ഗുരു തന്നെയാണ്, ഉപദേഷ്ടാവാണ്, ആചാര്യനാണ് അവിടുന്ന്. എത്രയോ സജ്ജനങ്ങൾ, ദേവന്മാരല്ലാത്തവരും ആ ഭഗവാനെ നിരന്തരം സ്മരണ ചെയ്ത്, അതും വൈരഭാവം വെച്ചുകൊണ്ട് ഭഗവാനെ പ്രാപിക്കുന്നുണ്ടല്ലോ. ഭക്തിയോഗത്തോടു കൂടിയിട്ട്, ഏകാഗ്ര ഭക്തിയോടു കൂടിയിട്ട് ഭഗവാനെ പ്രാപിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും തന്നെ ഒരു പരിതാപം തോന്നുന്നില്ല, ലജ്ജ തോന്നുന്നില്ല. ഇനി ഇതെന്തുകൊണ്ടായിരിക്കാം എനിക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം എൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ബലി പറഞ്ഞു. അതിന് കാരണം എന്താണ്? പ്രഹ്ലാദന്റെ പൗത്രനായതുകൊണ്ടായിരിക്കാം. പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനന്റെ പുത്രനാണ് ബലി. പിതാമഹോ മേ ഭവതീയ സമ്മത പ്രഹ്ലാദ ആവിഷ്കൃത സാധുവാദ. എൻ്റെ പിതാമഹനായിട്ടുള്ള പ്രഹ്ലാദൻ വിഷ്ണു ഭക്തന്മാർക്കിടയിൽ ശ്രേഷ്ഠനാണ്, സമാദൃതനാണ്, ഭാഗവത ഉത്തമൻ എന്ന വിഖ്യാതി നേടിയിട്ടുള്ള ആളാണ്. ഭഗവാനെ പരമാശ്രയമായിട്ട് കരുതുന്ന അദ്ദേഹം ഏതെല്ലാം തരത്തിൽ ആ പ്രഹ്ലാദന്റെ പിതാവായ ഹിരണ്യകശിപുവിന്റെ ദ്രോഹം ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. ആയുസ് അവസാനിച്ചു കഴിഞ്ഞാൽ വിട്ടുപോകുന്ന ഒന്നാണ് ഈ ശരീരം. ഈ ശരീരം കൊണ്ട് എന്താ പ്രയോജനം? കിം രിക്തഹാരൈ സ്വജനാഖ്യദസ്യുഭി കിമാത്മനാനേന ജഹാദിയോന്തത കിം ജായയ സംശ്രുതി ഹേതുഭൂതയ മർത്യസ്യ ഗേഹൈ കിമായുഷോ വ്യയ. ശരീരം കൊണ്ടൊരു പ്രയോജനമില്ല. പിന്തുടർച്ചാവകാശത്തിൻ്റെ പേരിൽ സമ്പത്തിനെ തട്ടിപ്പറിക്കുന്ന ബന്ധുക്കൾ, ഭാര്യാപുത്രാദികൾ, അവരൊക്കെ കൊള്ളക്കാരെ പോലെയാണ്. അവരെ കൊണ്ടെന്ത് പ്രയോജനം? സംസാര ദുഃഖത്തിന് കാരണമായിട്ടുള്ള ഭാര്യയെ കൊണ്ടെന്ത് പ്രയോജനം? മരണമടുത്ത ഒരുവന് വലിയ കൊട്ടാരം, വലിയ ഗൃഹം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അപ്പം ഇതെല്ലാം വേണ്ടതുപോലെ ബോധ്യമായ സജ്ജനാഗ്രണിയായിട്ടുള്ള മഹാമനസ്കനായിട്ടുള്ള എൻ്റെ പിതാമഹൻ പ്രഹ്ലാദൻ ആ ഭഗവത് ആശ്രയം ചെയ്തിട്ടുള്ള ആളാണ്. ഞാനും എൻ്റെ മുത്തച്ഛനെ പോലെ അല്ലെങ്കിലും ബലാത്കാരയാണെങ്കിലും ഇതൊക്കെ എനിക്കിപ്പോൾ നഷ്ടമായി കഴിഞ്ഞു, പരിത്യജിക്കപ്പെട്ടവനായി കഴിഞ്ഞു എല്ലാ സമ്പത്തുക്കളും. ഇപ്പോൾ ഞാൻ ഭഗവാന്റെ കാൽക്കൽ എത്തിക്കഴിഞ്ഞു. എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തൻ്റെ തെറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പ്രവർത്തിച്ചത്, അത് ബോധ്യമായ പ്രഹ്ലാദൻ, ആ ബോധ്യമായ മഹാബലി ഭഗവാൻ തന്നെ അനുഗ്രഹിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ്. ശ്രീശുക ഉവാച തസ്യേദ്ധം ഭാഷമാണസ്യ പ്രഹ്ലാദോ ഭഗവൽ പ്രിയ ആജഗാമ ഗുരുശ്രേഷ്ഠ രാഗാപതിവോദ്ധിത. ആ സമയത്താണ് അവിടേക്ക് ഈ ബലിയുടെ പിതാമഹനായിട്ടുള്ള ഭഗവത് ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ രംഗപ്രവേശം ചെയ്യുന്നത്.
തൻ്റെ പിതാമഹനെ കണ്ട ബലി ആ പ്രഹ്ലാദൻ്റെ ഒരു പ്രഭാവത്തെയൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. താമരപ്പൂവിതൾ പോലെ വിശാലമായ നേത്രങ്ങളോടുകൂടി, ഉന്നതമായ ശരീരം, പട്ട് വസ്ത്രം ധരിച്ച്, അഞ്ജനത്തിൻ്റെ സമാനമായിട്ടുള്ള ശ്യാമവർണം ആണ് ശരീരത്തിന്, ആജാന ബാഹുക്കളാണ്. ആ തൻ്റെ പിതാമഹനെ കാണുകയാണ് ബലി. ഇപ്പോൾ വരുണപാശം കൊണ്ട് ബന്ധനത്തിലായതിനാൽ അർഘ്യപാദ്യാദികളൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. തനിക്ക് എന്താണിപ്പോൾ ചെയ്യാൻ കഴിയുക? വിലോലലോചന, കണ്ണുനീര്, ആ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ശിരസ്സുകൊണ്ട് മാത്രം തൻ്റെ മുത്തശ്ശനെ, പിതാമഹനെ ഒന്ന് നമസ്കരിച്ചു. ആ പ്രഹ്ലാദൻ പാവനമൂർത്തിയെ ദർശിക്കുകയും പുളകാശ്രുവിക്ലബ, രോമാഞ്ചത്തോടുകൂടി, ആനന്ദ അശ്രുക്കളോടുകൂടി വിവശനായിട്ടാണ് ആ ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പ്രഹ്ലാദൻ ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. പ്രഹ്ലാദ ഉവാച ത്വയൈവ ദത്തം പദമൈന്ദ്രമൂർജിതം ഹൃദം തദേവാദ്യ തഥൈവ ശോഭനം മന്യേ മഹാനസ്യ കൃതോഹ്യനുഗ്രഹോ വിഭ്രംശിതോ യശ്രിയ ആത്മമോഹനാൽ. സമ്പത്സമൃദ്ധമായിട്ടുള്ള ഇന്ദ്രപദവി ഭഗവാനെ അവിടുന്ന് തന്നെ നൽകിയതാണ്. ഇപ്പോൾ അവിടുന്ന് തന്നെ അതിനെ തിരിച്ചെടുത്തു. നൽകിയതും തിരിച്ചെടുത്തതും നന്നായി. വാസ്തവത്തിൽ അങ്ങ് ബലിയെ, എൻ്റെ പൗത്രനായിട്ടുള്ള ഈ ബലിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ രാജപദവി, ആ ഐശ്വര്യം, അതുകൊണ്ട് ഉണ്ടായ ആത്മവിസ്മൃതിയിൽ നിന്നും ഇപ്പോൾ ബലി രക്ഷ നേടിക്കഴിഞ്ഞു. എത്ര അറിവുള്ളവനാണ് എങ്കിലും വിദ്വാൻ അപി യയാഹി വിദ്വാനപി മുഹ്യതേ. ഐശ്വര്യം കൊണ്ട് പലപ്പോഴും ഐശ്വര്യം കൊണ്ട് മതമുണ്ടാവുകയും അഹങ്കരിക്കുകയും അറിവുള്ളവർ പോലും മയങ്ങിപ്പോകും. അപ്പോൾ പിന്നെ സാധാരണന്മാരുടെ കഥ പറയേണ്ടതില്ല. ഇവിടെ അങ്ങ് ബലിയുടെ ഐശ്വര്യത്തെ ഇല്ലാതെയാക്കി, ഐശ്വര്യമതം ഇല്ലാതെയാക്കി അനുഗ്രഹിച്ചു. ലോകനാഥനും ലോകൈകനാഥനും സകല ചരാചരങ്ങളിലും സർവസാക്ഷിയായി വർത്തിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു. തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായ അഖിലലോകസാക്ഷിണേ. ശ്രീശുക ഉവാച തസ്യാനുശൃണ്വതോ രാജൻ പ്രഹ്ലാദസ്യ കൃതാഞ്ജലേ. അങ്ങനെ കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന പ്രഹ്ലാദൻ കേൾക്കവേ തന്നെ ആ ബ്രഹ്മാവ് പറയുകയാണ് വാമനമൂർത്തിയോട്, ബദ്ധം വീക്ഷ്യ പതിം സാധ്വീ തൽപന്നീ ഭയവിഹ്വല. പതിവ്രതയായിട്ടുള്ള മഹാബലിയുടെ പത്നി തൻ്റെ ഭർത്താവിനെ ബന്ധിച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് നമസ്കരിച്ചുകൊണ്ട്, പരവശയായി തീർന്ന് നമസ്കരിച്ചു. മുഖം കുനിച്ചുകൊണ്ട് വാമനമൂർത്തിയോട് പറയുകയാണ്, വിന്ധ്യാവലിരുവാച ക്രീഡാർത്ഥമാത്മന ഇതം ത്രിജഗത്കൃതം തേ സ്വാമ്യം തു തത്ര കുധിയോ പര ഈശകുജ്യു. ഈ മൂന്ന് ലോകവും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭഗവാനെ അവിടുത്തെ വിനോദം മാത്രമാണ്. എന്നാൽ ബുദ്ധിയില്ലാത്തവർ അത് താൻ വെച്ച് അനുഭവിക്കുന്നു, തൻ്റെ അധികാരത്തിലാണ്,
എന്നൊക്കെ അഭിമാനിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ഈ ലോകത്തിൻ്റേതെല്ലാം, ജഗത്തിൻ്റെ മുഴുവനും അതിനെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഭഗവാന് പ്രത്യേകിച്ച് എന്താണ് ഇവിടെ നമുക്ക് സമർപ്പിക്കാനുള്ളത്? എല്ലാം ഭഗവാന്റേതാണെങ്കിൽ എനിക്ക് എൻ്റേതായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായിട്ടുള്ള ബലിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് സമർപ്പിക്കാൻ എന്താ ഇപ്പോൾ ഇവിടെ ഉള്ളത്? സകല ലോകങ്ങളുടെയും ആ നാഥൻ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈ 3 ലോകവും പ്രദാനം ചെയ്തു എന്നും മൂന്നാമത്തെ ചുവട് വയ്ക്കാൻ തൻ്റെ ദേഹത്തെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ വാക്കിനെ പാലിക്കുന്നു എന്നും പറയുന്ന മഹാബലി വാസ്തവത്തിൽ തൻ്റേതല്ലാത്തതിൽ അത് തൻ്റേതാണ് എന്ന ഭാവം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എൻ്റെ ഭർത്താവിന് ഈ ബലിക്ക് മിഥ്യാസങ്കല്പമുണ്ട്. തൻ്റെ കൈവശം ഉള്ളതിനെ അല്ലാതെ തൻ്റെ ഉടമസ്ഥതയിൽ ഇല്ലാത്ത ഒന്നിനെ മിഥ്യാഭിമാനത്തോടുകൂടി അത് എൻ്റേത് എന്ന് കരുതി ദാനം ചെയ്തിട്ട് അങ്ങനെ അഭിമാനിക്കുന്ന ലജ്ജാശൂന്യനല്ലേ വാസ്തവത്തിൽ ബലി എന്നാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിശൂന്യതയെ കണ്ടിട്ട് അതിനെ കണക്കാക്കി ആ ബലിയെ, എൻ്റെ ഭർത്താവിനെ ബന്ധനമുക്തനാക്കിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തത് ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. ബ്രഹ്മോവാച ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗന്മയ. ഭഗവാനെ അവിടുന്ന് ചരാചര ജഗന്നാഥനാണ്, ദേവാധിദേവനാണ്. ഇപ്പൊ ബലിയുടേതെല്ലാം അങ്ങ് പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി ബലിയെ മോചിപ്പിച്ചാലും ഇനി ഒരു തരത്തിലും ഈ ബലി ബന്ധനം അർഹിക്കുന്നില്ലല്ലോ. ഭൂമി മുഴുവനായിട്ട് തന്നെ, അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങളിലൂടെ നേടിയ ലോകങ്ങളെല്ലാം തന്നെ അങ്ങേക്കായിട്ട് സമർപ്പിച്ചു, ദാനം ചെയ്തു. എൽ പാദയോരഷഠതി സലിലം പ്രദായ ദുർവാങ്കുരൈരപി വിധായ സതിം സബര്യാം. കറുകനാമ്പുകൊണ്ട് ഭഗവത് പൂജ ചെയ്യുമ്പോൾ പൂജാസമയത്ത് പാദ്യം, അർഘ്യപാദ്യാദികളെ നൽകുന്നത് കറുകനാമ്പുകൊണ്ട് അല്ലെങ്കിൽ ശംഖിലെ ജലം കൊണ്ട് 1-2 തുള്ളിയായി വീഴ്ത്തിയിട്ട് അത് ഭഗവത് പാദങ്ങളിൽ അർഘ്യമിതം പാദ്യമിതം എന്ന് സമർപ്പിക്കുമ്പോൾ ആ നിസാരമായ ആരാധനയെപ്പോലും ഭഗവാൻ സ്വീകരിച്ച് അവന് വേണ്ടുന്നതിനെയൊക്കെ കൊടുക്കുന്നു, പരമപദവിയെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ നിസ്സാരമായ സമർപ്പണത്തെ പോലും അങ്ങ് സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ബലി 3 ലോകത്തെയും നൽകിയ ആളല്ലേ? പിന്നെ എങ്ങനെയാണ് ഇനി ഇവന് ബന്ധനത്തിൽ കടക്കാൻ കഴിയുക? അങ്ങനെ എന്താണ് ഇവന് ഈ ബലിക്ക് കൊടുക്കാൻ പോകുന്നത്? ഇതൊക്കെ കേട്ട ഭഗവാൻ പറയുകയാണ്. ശ്രീഭഗവാനുവാച ബ്രഹ്മൻ യമനുഗൃഹാമി തദ് വിശോ വിധിനോമ്യഹം. ബ്രഹ്മാവേ, അഹങ്കാരത്തിന് കാരണമായിട്ടുള്ള സമ്പത്ത്, ധനം, അത് മതമുണ്ടാക്കി ആ ധനമതത്തെ നീക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പിടിച്ചെടുത്തതും ഇത്തരത്തിലൊക്കെ ബലിയെ ബന്ധിച്ചതും. അപ്പൊ ഇതൊരു അനുഗ്രഹം തന്നെയാണ് എന്നിവിടെ വാമനമൂർത്തി സൂചിപ്പിക്കുന്നു. കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ ശരീരം സ്വീകരിച്ച് ജനിച്ചും മരിച്ചും എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ മനുഷ്യ ജന്മം സ്വീകരിക്കുകയും അവിടെ ഒരു പുരുഷനായിട്ട് ജനിച്ചു എന്ന് വരാം. ജന്മകർമ്മവയോ രൂപ വിദ്യ ഐശ്വര്യധനാദിഭി
യദ്യസ്യന ഭവേൽ സ്തംഭ തത്രായം മദനുഗ്രഹ. അങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടുക, ഉന്നത കുലത്തിൽ ജനിക്കുക, നല്ല മികവുറ്റതായിട്ടുള്ള പ്രവൃത്തി, വിദ്യ, ദേഹസൗന്ദര്യം, പ്രഭുത്വം, ധനം, ഇതെല്ലാം ഉണ്ടായിട്ടും ഒരുവൻ അഹങ്കരിക്കുന്നില്ല, ഒരുവൻ വിനയമുള്ളവനാണ് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അതെൻ്റെ അനുഗ്രഹം തന്നെയാണ്. മാനസ്തംഭ നിമിത്താനാം ജന്മാദീനാം സമന്തത സർവശ്രേയ പ്രദീപാനാം ഹന്ത മുഹ്യേന്ന മത്പര. ഇപ്പം ഇവിടെ ബലി എല്ലാം സമർപ്പിച്ചു, എന്നെ തന്നെ മനസ്സിൽ ഉറപ്പിക്കുകയും പരമഭാഗവതനായി തീരുകയും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇതുവരെ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്തതുപോലും അങ്ങനെയുള്ള മഹത്തായ അനുഗ്രഹം കൂടി ബലിക്ക് കൊടുക്കാൻ പോവുകയാണ്. ഏഷ ദാനവൈദൈത്യാനാം അഗ്രണീ കീർത്തിവർദ്ധന. ധനുവംശന്മാർ, ധനുവംശത്തിൽ ജനിച്ചവർ ദാനവന്മാർ, ദിതിവംശത്തിൽ ജനിച്ചവർ ദൈത്യന്മാർ, ദാനവ ദൈത്യാനാം. അങ്ങനെയുള്ള അസുരന്മാരൊക്കെ അവരുടെ എല്ലാം നേതാവാണ് ഈ ബലി. എൻ്റെ മായയെ ജയിച്ചു, ജയിക്കാൻ പ്രയാസമായിട്ടുള്ള മായയെ ജയിച്ചു. ധനം നഷ്ടപ്പെട്ടു, സ്ഥാനഭ്രംശനായി, ആക്ഷേപിക്കപ്പെട്ടു, ബന്ധനത്തിലായി, സ്വജനങ്ങൾ, ബന്ധുക്കൾ ബലിയെ ഉപേക്ഷിച്ചു. ഇത്രയും സങ്കടമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും ഗുരുനാഥനായിട്ടുള്ള ശുക്രൻ ശപിച്ചു. എന്നിട്ടും സത്യത്തെ കൈവെടിഞ്ഞില്ല ബലി. അപ്പോൾ ബലി ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തത് കൊണ്ട് അദ്ദേഹം സത്യസന്ധനാണ്, സത്യവാദിയാണ്. അപ്പം അതുകൊണ്ട് ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ ഒരു ഇടത്തേക്ക് എത്തിക്കാൻ പോവുകയാണ് ബലിയെ. സാവർണീ മന്വന്തരത്തിലെ ഇന്ദ്രനായിട്ട് തീരും ബലി. ഇപ്പോൾ വിശ്വകർമാവ് നിർമ്മിച്ചിട്ടുള്ള സുതല ലോകം അവിടെ അധിവസിക്കട്ടെ. അവിടെ വസിക്കുമ്പോൾ ആധികളോ വ്യാധികളോ ഒന്നും ഉണ്ടാവില്ല, തളർച്ച ഉണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചത്. തുടർന്ന് ബലിയോടായിട്ട് പറഞ്ഞു, ഇന്ദ്രസേന മഹാരാജ യാഹി ഭോ ഭദ്രമസ്തുതേ സുതലം സ്വർഗിഭി പ്രാർത്ഥ്യം ജ്ഞാതിഭി പരിവാരിത. അല്ലയോ മഹാരാജാവേ ഇന്ദ്രസേന, അങ്ങക്ക് നല്ലത് വരട്ടെ. സ്വർഗവാസികൾ പോലും ആഗ്രഹിക്കുന്ന ആ ഐശ്വര്യങ്ങളോടുകൂടിയ സുതലത്തിലേക്ക് അങ്ങ് ബന്ധുക്കളോടുകൂടി യാത്രയായാലും ഇനി ഒരിക്കലും ഇന്ദ്രാദി ലോകപാലന്മാർ പോലും ബലിയെ അനാദരിക്കില്ല. അങ്ങനെ ബന്ധുജനങ്ങളോടുകൂടി സുതലത്തിൽ വസിക്കുന്ന അങ്ങയെ എല്ലാ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചുകൊള്ളാം. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുകംസ പരിച്ഛദം സദാ സന്നിഹിതം വീരതത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ. അവിടെ എല്ലായ്പ്പോഴും ഞാൻ അങ്ങയുടെ സമീപത്തുണ്ടാവും, സമീപസ്ഥനായിട്ട് ഞാൻ ഉണ്ടാവും, അങ്ങയെ രക്ഷിച്ചുകൊള്ളാം. തത്ര ദാനവദൈത്യാനാം സംഘാത്തേ ഭാവ ആസുര ദൃഷ്ട്വാമതനുഭാവം വൈ സദ്യ കുണ്ഠോ വിനക്ഷ്യതി. ഇപ്പൊ അങ്ങക്ക് ദാനവന്മാരും ദൈത്യന്മാരുമൊക്കെ ആയിട്ടുള്ള അസുരന്മാരുടെ സമ്പർക്കം കൊണ്ട് അസുര സഹജമായിട്ടുള്ളൊരു മനോഭാവം, അതൊക്കെ അവിടെ വെച്ച് എൻ്റെ പ്രഭാവത്തെ കണ്ടിട്ട് അതെല്ലാം ശിഥിലമായി തീർന്നുകൊള്ളും. അങ്ങക്ക് നല്ലത് വരും, അങ്ങ് സുതലത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബലിയെയും പരിവാരങ്ങളെയും സുതലത്തിലേക്ക് അനുഗ്രഹിച്ചയക്കുന്നു. മഹാബലിയുടെ സുതലലോക ഗമനം
വാമനമൂർത്തിയുടെ ഉപേന്ദ്ര പദാരോഹണം, ഇവ രണ്ടുമാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ശ്രീശുക ഉവാച ഇത്യുക്തവന്തം പുരുഷം പുരാതനം മഹാനുഭാവോ അഖില സാധുസമ്മത ബദ്ധാഞ്ജലിർബാഷ്പകലാകുലേക്ഷണോ ഭക്ത്യുദ്ഗളോ ഗദ്ഗദയാ ഗിരാബ്രവീൽ. മഹാബലി ഭഗവാനോട് കൈകൂപ്പി തൊഴുതുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭക്തിയോടുകൂടിയിട്ട് പറയാൻ ആരംഭിച്ചു. ബലിരുവാച അഹോ പ്രണാമായ കൃത സമുദ്യമ പ്രപന്ന ഭക്താർത്ഥവിധൗ സമാഹിത. ഞാൻ വളരെ അവശനായിട്ട് 3 ലോകവും അങ്ങേക്ക് അടിയറ വെച്ചു. അത് കണക്കാക്കേണ്ടതില്ല. ഞാൻ ഇപ്പോൾ അവിടുത്തെ തൃക്കാൽക്കൽ വീണ് വണങ്ങുവാൻ ഉദ്യമിച്ചപ്പോഴേക്കും അനന്യസുലഭമായിട്ടുള്ള അനുഗ്രഹമാണ് എനിക്ക് നൽകിയത്. എന്നിരിക്കെ ഭഗവൽ പ്രണാമം ചെയ്താൽ അതിൻ്റെ മഹിമ അത് വളരെ അതിശയം തന്നെയാണ്. ശ്രീശുക ഉവാച ഇത്യുക്ത്വാ ഹരിമാനമ്യ ബ്രഹ്മാണം സഭവം തഥാ വിവേശസുതലം പ്രീതോ ബലിർമുക്ത സഹാസുരൈഃ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ബന്ധനത്തിൽ നിന്നൊക്കെ മുക്തനായ മഹാബലി ഭഗവാനെ നമസ്കരിച്ചു. ശ്രീപരമേശ്വരനെയും ബ്രഹ്മദേവനെയും നമസ്കരിച്ച് സന്തുഷ്ടനായി അസുരഗണങ്ങളോടുകൂടി സുതലലോകത്തിലേക്ക് എത്തിച്ചേർന്നു. ഇപ്രകാരം ഭഗവാൻ വാമനാവതാരത്തെ സ്വീകരിച്ച് ദേവേന്ദ്രന് സ്വർഗലോകത്തെ വീണ്ടെടുത്തു കൊടുത്തു. അദിതീദേവിയുടെ ആഗ്രഹം നിറവേറ്റി ഉപേന്ദ്രനായി വർത്തിച്ചുകൊണ്ട് എല്ലാ ലോകത്തെയും രക്ഷിച്ചു. തൻ്റെ പൗത്രനായ ബലിയെ ബന്ധനമുക്തനായി കണ്ട് ആ ഭഗവത് അനുഗ്രഹം നേടി ബലി എന്ന് കണ്ടിട്ടാണ് വളരെ ഭക്തിയോടുകൂടി പ്രഹ്ലാദൻ പറയുകയാണ്. നേമം വിരിഞ്ചോ ലഭതേ പ്രസാദം ന ശ്രീർന ശർവ കിമുദാപരേതേ എന്നോസുരാണാമസി ദുർഗപാലോ വിശ്വാഭിവന്ദീരപി വന്ദിതാംഘ്രി. ഭഗവാന്റെ അനുഗ്രഹം, ഇത്തരത്തിലുള്ള അനുഗ്രഹം ബ്രഹ്മാവിന് പോലും നേടാൻ കഴിയില്ല. ലക്ഷ്മീദേവിക്കോ ശ്രീരുദ്രനോ കഴിഞ്ഞിട്ടില്ല. ആ ഭഗവാൻ അസുരന്മാർക്ക് ഒരു കാവൽക്കാരനെ പോലെ വർത്തിക്കുന്നു. അത് അതിശയം തന്നെയാണ്, അത്ഭുതകരമായൊരു സംഗതിയാണ്. മുൻപ് പറഞ്ഞു, വാമനമൂർത്തി ബലിക്ക് കൊടുത്തൊരു വാക്ക് നാം കേട്ടു. രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛദം. അങ്ങയെ ഞാൻ എപ്പോഴും അങ്ങയുടെ സമീപത്ത് വർത്തിച്ചുകൊണ്ട് രക്ഷിക്കും. ഈ അനുഗ്രഹത്തിനെയാണ് പ്രഹ്ലാദൻ കൃതജ്ഞതയോടുകൂടി ഇവിടെ സ്മരിക്കുന്നത്. യൽപാദപത്മ മകരന്ദ നിഷേവണേന ബ്രഹ്മാദയ ശരണദാശ്നുവദേ വിഭൂതി കസ്മാദ്വയം കുസൃതയ ഖലയോനയസ്തേ ദാക്ഷിണ്യദൃഷ്ടിപദവിം ഭവത പ്രണീത. ഭഗവൽ പാദത്തിലെ അല്ലെങ്കിൽ ഭഗവൽ പാദകമലത്തിലെ പൂന്തേൻ നുകരുന്നതുകൊണ്ട് ആണ് ബ്രഹ്മാദിദേവന്മാർക്ക് അഷ്ടൈശ്വര്യ സിദ്ധികളെ അനുഭവിക്കാൻ കഴിയുന്നത്.
ആ ഒരു ഭഗവാന്റെ അനുഗ്രഹത്തിന്, കടാക്ഷത്തിന് ഞങ്ങൾക്കും അനുഗ്രഹം വന്നു ചേരാൻ, ഭഗവത് കാരുണ്യം ഞങ്ങളിലേക്കും എത്തിച്ചേരാനിടയായി സ്വതവേ അസുരന്മാർ ദുർവൃത്തന്മാരാണ്, ഖലയോനയ നിഷ്ഠുരജാതികളായി അറിയപ്പെടുന്നവരാണ്. എന്നിട്ടും ഞങ്ങൾക്കും ആ ഭഗവത് കടാക്ഷം ലഭിച്ചു. ചിത്രം തവേഹിതമഹോമിതയോഗമായ ലീലാഭിസൃഷ്ടഭുവനസ്യ വിശാരദസ്യ സർവാത്മന സമദൃശോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ യദസി കൽപ്പതരുസ്വഭാവ. സർവജ്ഞനായിട്ടുള്ള, സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ സമദർശിയാണ്. ഭഗവാന്റെ പല ലീലകളും അത്ഭുതകരമാണ്. കൽപ്പവൃക്ഷം എന്ന പോലെ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനെ പ്രദാനം ചെയ്യും കൽപ്പവൃക്ഷം. സ്വർഗത്തിലെ ഒരു വൃക്ഷമായിട്ട് അതിനെ സങ്കല്പിക്കുന്നുവെങ്കിൽ അതിനേക്കാളും എത്രയോ അധികം ഭക്തന്മാരിൽ പ്രീതിയുള്ളവനാണ് ഭഗവാൻ. കൽപ്പവൃക്ഷം ചോദിക്കുന്നവർക്ക്, അർത്ഥികൾക്ക് മാത്രമേ ചോദിക്കുന്ന ദ്രവ്യം കൊടുക്കൂ. ശ്രീ ഭഗവാനുവാച വത്സ പ്രഹ്ലാദഭദ്രം തേ പ്രയാഹി സുതലാലയം മോദമാന സുപൗത്രേണ ജ്ഞാതീനാം സുഖമാവഹ. ഭഗവാൻ പറയുകയാണ് പ്രഹ്ലാദനോട്, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ, സുതലോകത്തിലേക്ക് പോകൂ, ആ ബലിയോടുകൂടി സന്തോഷമായിട്ട് വസിക്കൂ. നിത്യം ദ്രഷ്ടാസിമാം തത്ര ഗദാപാണിമവസ്ഥിതം. അവിടെ എന്നെ നിത്യവും ഗദാധാരിയായിട്ട് കാണാൻ കഴിയും. ശ്രീശുക ഉവാച ആജ്ഞാം ഭഗവതോ രാജൻ പ്രഹ്ലാദോ ബലിനാ സഹ ബാഠമിത്യമലപ്രജ്ഞോ മൂർധ്നയാധായ കൃതാഞ്ജലി. പ്രഹ്ലാദൻ ആ ഭഗവാന്റെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് ബലിയോടുകൂടി സുതരലോകത്തിലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും ശ്രീ ശുകബ്രഹ്മർഷി തുടരുകയാണ് പരീക്ഷിത്ത് മഹാരാജാവിനോട്. അളയോ പരീക്ഷിത്തെ, ആ ഭഗവാൻ വാമനമൂർത്തി ഋത്തിക്കുകളുടെ സദസ്സിൽ യാഗശാലയിലാണ്, മഹാബലിയുടെ യാഗശാലയിലാണ്. അവിടെ സദസ്സിൽ മധ്യത്തിലായിട്ട് തൻ്റെ സമീപത്തിരിക്കുന്ന ശുക്രാചാര്യരോട് ഇപ്രകാരം പറഞ്ഞു. ബ്രഹ്മൻ സന്തനു ശിഷ്യസ്യ കർമ്മഛിദ്രം വിതന്വത യത്തൽ കർമ്മസ്യ വൈഷമ്യം ബ്രഹ്മദൃഷ്ടം സമം ഭവേൽ. അല്ലയോ വിപ്രശ്രേഷ്ഠ, അങ്ങയുടെ ശിഷ്യന് മഹാബലിക്ക് കർമ്മത്തിനെന്തെങ്കിലും ന്യൂനത സംഭവിച്ചു എന്നങ്ങ് കരുതേണ്ട. അഥവാ അങ്ങനെ സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ സജ്ജനങ്ങളുടെ, വിപ്രന്മാരുടെ ദർശനം കൊണ്ട് തന്നെ അതൊക്കെ അന്യൂനമായി തീരും. ബ്രഹ്മജ്ഞന്മാരുടെ വീക്ഷണം കൊണ്ട് കർമ്മശുദ്ധി വന്നു ചേരും. ഇനി അങ്ങ് പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് കർമ്മവൈകല്യം നീക്കി യജ്ഞപരിസമാപ്തി വരുത്താൻ സാധിക്കാതെ പോയ ആ ബലിക്ക് അതുകൊണ്ടുള്ളൊരു ദോഷം അത് ബാധിക്കാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യുക എന്നിങ്ങനെയുള്ള ഭഗവാന്റെ നിർദ്ദേശത്തെ കേട്ട ശുക്രമഹർഷി പറയുകയാണ്. ശുക്ര ഉവാച
കുതസ്ഥൽ കർമ്മവൈഷമ്യം യസ്യ കർമ്മേശ്വരോ ഭവാൻ യജ്ഞേശോ യജ്ഞപുരുഷ സർവഭാവേന പൂജിത. മന്ത്രതസ്തന്ത്രതശ്ഛിദ്രം ദേശകാലാർഹവസ്തുത സർവം കരോതി നിശ്ഛിദ്രം നാമസങ്കീർത്തനം തവ തഥാപി പതതോ ഭൂമൻ കരിഷ്യാമ്യനുശാസനം ഏതശ്രേയ പരം പുംസാം എത്തവാജ്ഞാനുപാലനം. യജ്ഞത്തിൻ്റെ ഫലദാതാവാണ് ഭഗവാൻ. മഹാബലി സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് സമർപ്പണ ബുദ്ധിയോടുകൂടിയിട്ട് ആണ് ഇരുന്നതും. എല്ലാം സമർപ്പിച്ചു അങ്ങയ്ക്ക്. ആ ബലിയുടെ കർമ്മത്തിൽ ഒരിക്കലും ഒരു അസമത്വവൈകല്യം ഉണ്ടാവാൻ ഇടയില്ല. ഇനി അഥവാ മന്ത്രത്തിലോ തന്ത്രത്തിലോ ക്രിയകളിലോ ദേശകാലാർഹ വസ്തുത, സ്ഥലം, സമയം, ഉപയുക്തങ്ങൾ, ഇതിലൊക്കെ ഉണ്ടാകുന്ന ന്യൂനതകൾ, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, അതെല്ലാം നീക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവൻ നാമത്തെ ഉച്ചരിക്കുന്നത്. സർവം കരോതി നിശ്ഛിദ്രം നാമസങ്കീർത്തനം തവ. ഭഗവൻ നാമം ജപിച്ചാൽ തന്നെ എന്ത് ന്യൂനതയുണ്ടെങ്കിലും അത് നീങ്ങിക്കൊള്ളും. എന്നിരുന്നാലും ഭഗവാന്റെ നിർദ്ദേശത്തെ ശിരസാവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അങ്ങയുടെ കൽപ്പനയെ നിർവഹിച്ചുകൊള്ളാം. ഈശ്വരൻ്റെ ഇച്ഛയെ അത് ചെയ്യുക, അത് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും എല്ലാവർക്കും ശ്രേയസ്സായിട്ടുള്ളത്. അങ്ങനെ വാമനമൂർത്തിയുടെ നിർദ്ദേശത്തെ ശുക്രമഹർഷി അഭിനന്ദിച്ചുകൊണ്ട് മറ്റു ഋത്തുക്കളോടുകൂടി ആ ബലിയുടെ യാഗത്തിനുണ്ടായ ന്യൂനതയൊക്കെ പരിഹരിച്ചു. ഏവം ബലേർമഹിം രാജൻ ഭിക്ഷിത്വാ വാമനോഹരി ദതോ ഭ്രാത്രേ മഹേന്ദ്രായ തൃദിവം എൽ പരേഹൃതം. വാമനരൂപത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ബലിയുടെ പക്കൽ നിന്നും ഭിക്ഷയായി എടുത്ത് സ്വീകരിച്ചതായ സ്വർഗലോകത്തെ ഇന്ദ്രന് നൽകി. പ്രജാപതികളുടെ അതിദേവനായിട്ടുള്ള ബ്രഹ്മാവ്, ദേവന്മാർ, പിതൃക്കൾ, മനുക്കൾ, ദക്ഷൻ, ഭൃഗു, അങ്കിരസ് തുടങ്ങിയിട്ടുള്ളവർ, സനൽകുമാരാദി ഋഷീശ്വരന്മാർ, ശ്രീരുദ്രൻ, കശ്യപ പ്രജാപതി, അതിഥിദേവി, അങ്ങനെ സകല ജീവരാശികളുടെയും ക്ഷേമത്തിനു വേണ്ടി ലോകങ്ങളുടെ പാലകന്മാരുടെയും പാലകനായിട്ട് ആ വാമനമൂർത്തിയെ വാഴിച്ചു. ലോകങ്ങൾക്കും ലോകപാലന്മാർക്കും നാഥനായിട്ട് ഇന്ദ്രനുണ്ട് എങ്കിലും വേദങ്ങളുടെയും ദേവഗണങ്ങളുടെയും മറ്റും പ്രത്യേക പരിപാലനത്തിന് ഇവിടെ വാമനമൂർത്തിയെ കൂടി ഉപേന്ദ്രനായിട്ട് വാഴിച്ചു. വേദങ്ങൾ, ദേവന്മാർ, ധർമ്മം, കീർത്തി, സമ്പത്ത്, വ്രതങ്ങൾ, സ്വർഗം, ഇതിൻ്റെ ഒക്കെ രക്ഷിതാവ് എന്ന നിലയിലാണ് സർവ ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് വാമനമൂർത്തിയെ ഉപേന്ദ്രനായിട്ട് വാഴിച്ചത്. അങ്ങനെ ദേവേന്ദ്രൻ ആ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വാമനമൂർത്തിയെ മുന്നിൽ ആക്കിക്കൊണ്ട് ലോകപാലന്മാരോടുകൂടി ദേവയാന മാർഗത്തിൽ കൂടി ദേവലോകത്തിലേക്ക് പുറപ്പെട്ടു. ദേവേന്ദ്രൻ തനിക്ക് നഷ്ടപ്പെട്ടതിനെയെല്ലാം സ്വീകരിച്ച ശേഷം ആ ഉപേന്ദ്രനായി വർത്തിക്കുന്ന
വാമനമൂർത്തിയുടെ അനുഗ്രഹത്താൽ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി നിർഭയനായിട്ട് വസിച്ചു. ബ്രഹ്മാ സർവകുമാരശ്ച ഭൃഗ്വാദ്യാമനയോ നൃപ പിതര സർവഭൂതാനി സിദ്ധ വൈമാനികാശ്ചയേ സുമഹൽ കർമ്മ തത് വിഷ്ണോർ ഗായന്ത പരമാത്ഭുതം. പരീക്ഷത്തെ ബ്രഹ്മാവും ശിവനും ഭൃഗു തുടങ്ങിയിട്ടുള്ള ഋഷിമാരും പിതൃക്കളും സിദ്ധന്മാരും ആ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അത്യാശ്ചര്യകരമായിട്ടുള്ള പ്രവൃത്തിയെ പാടി പുകഴ്ത്തിക്കൊണ്ടാണ് അവരവരുടേതായ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിയത്. പരീക്ഷത്തെ കേൾക്കുന്നവരുടെ പാപത്തെ തീർക്കുന്ന ശ്രോതॄണാം അഖമോചനം, കേട്ടാൽ തന്നെ പാപങ്ങളില്ലാതെയാവും. അങ്ങനെയുള്ള വാമന അവതാര ചരിത്രം ഇവിടെ അങ്ങയ്ക്ക് മുന്നിൽ പറഞ്ഞ് കേൾപ്പിച്ചു കഴിഞ്ഞു. പരം മഹിമ്ന ഒരു വിക്രമതേ കൃണാനോയ പാർത്ഥിവാനി നിഗമേ ന സരജാംസി മത്തു കിം ജായമാന ഉദജാത ഉപൈതിമർത്യ ഇത്യാഹ മന്ത്രഋഷി പുരുഷസ്യ. ഭഗവാന്റെ മഹിമയുടെ അറ്റം കണ്ടെത്തുക. അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയെങ്കിൽ ഒരുവൻ ഭൂമിയിലുള്ള മണൽത്തരികളെ മുഴുവൻ എണ്ണി കണക്കാക്കി കഴിഞ്ഞു എന്ന് കരുതണം. അതായത് ആർക്കും തന്നെ ഭഗവത് മഹിമയെ പൂർണ്ണമായി പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല. ഭൂമിയിലെ പരമാണുക്കളെ മണൽത്തരികളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ അനന്തനാമാവായിട്ടുള്ള അനന്തമഹിമാവായിട്ടുള്ള ഭഗവാന്റെ ഗുണഗണങ്ങൾ അത് വർണ്ണനാതീതമാണ്, ഗണനാതീതമാണ് എന്ന് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യൈദം ദേവദേവസ്യ ഹരേരത്ഭുതകർമ്മണ അവതാരാനുചരിതം ശൃണ്വന്യാതി പരാം ഗതിം ക്രിയമാണേ കർമ്മണീതം ദൈവേ പിത്രേധമാനുഷേ എത്ര എത്ര അനുകീർത്തേത തത്തേഷാം സുഹൃതം വിദു. ഈ വാമനാവതാര കഥയെ കേൾക്കുന്ന ഒരുവൻ ശ്രേഷ്ഠമായ സദ്ഗതിയെ പ്രാപിക്കും. ദേവപ്രീതിക്കായിക്കൊണ്ടോ പിതൃക്കൾക്ക് പ്രീതിക്കായിക്കൊണ്ടോ മനുഷ്യപ്രീതിക്കായിട്ടുള്ളതോ അങ്ങനെയുള്ള ഏത് കർമ്മവും അനുഷ്ഠിക്കുമ്പോൾ ഈ വാമനാവതാര ചരിതം ശ്രീമദ് ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ 15 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ ഈ വാമനാവതാര ലീലകളെ വർണ്ണിച്ചാൽ, പാരായണം ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും അത് ചെയ്യുന്നവർക്ക്, അതിൻ്റെ അനുഷ്ഠാതാക്കൾക്ക് ആ കർമ്മത്തിൻ്റെ പൂർണ്ണമായ ഫലത്തെ ലഭിക്കുന്നു. അഥവാ ആ കർമ്മത്തിന് ഏതെങ്കിലും തരത്തിൽ ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ന്യൂനതകളെല്ലാം തീർന്ന് കർമ്മം പരിപൂർണമായി സഫലമായിത്തീരുന്നു എന്നിങ്ങനെ ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 23-ാം അധ്യായത്തെ സമർപ്പിക്കുന്നത്. വാമനാവതാര ചരിത്രത്തെ ഇവിടെ ഉപസംഹരിക്കുന്നു. ശ്രീഹരേ നമഃ.